Hello, my dear children. ഇന്ന് നമുക്ക് 4ാം ക്ലാസ്സിലെ യൂണിറ്റ് 1 എന്ന ചാപ്റ്ററിലെ The Seed of the Truth എന്ന ലെസൺ ആണ് നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യൂണിറ്റിന്റെ പേര് The Seed of a Truth എന്നാണ്. നമുക്ക് പതുക്കെ പാഠഭാഗത്തിലേക്ക് പോകാം. ഇവിടെ നമുക്ക് ലുക്ക് അറ്റ് ദിസ് പിക്ചർ. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആ പിക്ചർ നമുക്കൊന്ന് ഒബ്സർവ് ചെയ്യാം. നോക്കൂ, ഈ പിക്ചർ ഒന്ന് നോക്കൂ. വാട്ട് കൈൻഡ് ഓഫ് പ്ലേസ് ഡു യു ലൈക്ക്? വാട്ട് കൈൻഡ് ഓഫ് പ്ലേസ് ഡു യു ലൈക്ക്? എ പ്ലേസ് ലൈക്ക് ദിസ്, ഇതുപോലത്തെ ഒരു സ്ഥലമാണോ, എ പ്ലേസ് ആണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്? ഓർ എ പ്ലേസ് ഫുൾ ഓഫ് ട്രീസ്, അല്ലെങ്കിൽ ഒരുപാട് മരങ്ങളുള്ള ഒരു സ്ഥലമാണോ? Of course, we all like a place full of trees, right? Okay. So here there is another question. What happened to the trees? Okay. So what happened? These trees, these old trees were cut. എല്ലാ മരങ്ങളും ഇത് കട്ട് ചെയ്താണ് അല്ലേ? So what happened to the trees? These old trees were cut by the people. Next question എന്താണ്? ഇതൊന്ന് എല്ലാവരും ഒന്ന് വായിച്ചു നോക്കൂ. Who is responsible? ഒരു പുതിയൊരു വേർഡ് ഉണ്ട്, റെസ്പോൺസിബിൾ. അതിനർത്ഥം എന്താണ് എന്ന് പറഞ്ഞു നോക്കൂ. Who is responsible for this? ആരാണ് ഇതിന് ഉത്തരവാദികൾ? നിങ്ങളാണോ? No. Children are not responsible for cutting trees. പിന്നെ ആരാണ്? Grown ups, right? Okay. മുതിർന്ന ആൾക്കാർ, people, okay, are the responsible. Grown ups are the responsible. ഈ വേർഡ് ഓർമ്മിക്കണേ. ഉത്തരവാദിയാണ് കേട്ടോ, റെസ്പോൺസിബിൾ ഫോർ ദിസ്. പിന്നെ നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഹൗ ക്യാൻ വി മേക്ക് അവർ earth more green? നിങ്ങൾക്കൊക്കെ ആൻസർ അറിയാലോ. ഹൗ ക്യാൻ വി മേക്ക് അവർ, എങ്ങനെയാണ് നമുക്ക് നമ്മുടെ earth എങ്ങനെ മോർ ഗ്രീൻ ആക്കും, പിന്നെ പച്ച ആക്കി എടുക്കാൻ പറ്റും? എല്ലാ സ്ഥലത്തും എങ്ങനെ ഗ്രീൻ ആക്കി നമുക്ക് എടുക്കാൻ പറ്റും? ആൻസർ ഇസ് വെരി സിമ്പിൾ. വി ഹാവ് ടു കൺസേർവ് ഓർ പ്ലാന്റ് ട്രീസ്. നമ്മൾ പ്ലാന്റ് ചെയ്യണ്ടേ? വി ഹാവ് ടു പ്ലാന്റ് ട്രീസ്, ദെൻ വി ക്യാൻ മേക്ക് അവർ earth മോർ ഗ്രീൻ. അങ്ങനെ എല്ലാവരും എന്ത് ചെയ്യുക, ചെറിയ ചെറിയ ചെടികളൊക്കെ വെച്ചിട്ട് നമ്മുടെ പരിസരം മോർ ഗ്രീൻ ആക്കി തീർക്കുക. നെക്സ്റ്റ്, സോ ലെറ്റ്സ് ബിഗിൻ. ഇനി നിങ്ങൾക്ക് ഒരു ചെറിയൊരു ആക്ടിവിറ്റി ഇവിടെ ചെയ്യാൻ പറയുന്നുണ്ട്. ലെറ്റ്സ് ബിഗിൻ, ഹൈലൈറ്റ് ചെയ്യാം. ലെറ്റ്സ് ബിഗിൻ ബൈ ഡ്രോയിങ് ബ്രാഞ്ചസ്, ട്വിങ്സ് ആൻഡ് ലീവ്സ്. എന്ത് ചെയ്യണം? ലെറ്റ്സ് ബിഗിൻ ബൈ ഡ്രോയിങ് ബ്രാഞ്ചസ്. ബ്രാഞ്ചസ് നിങ്ങൾക്ക് അറിയാലോ, മരത്തിന്റെ ചില്ലകളാണ്. ട്വിങ്സ്, ഈ വലിയ ചില്ലകൾക്ക് തന്നെ ചെറിയ ചെറിയ കമ്പുകൾ ഉണ്ടാവില്ലേ, അതാണ് ട്വിങ്സ്. ആൻഡ് ലീവ്സ് എല്ലാവർക്കും അറിയാം അല്ലെ? ലീവ്സ് ആണ് ഇലകൾ. എന്നിട്ട് എന്ത് ചെയ്യണം? വരച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ദെൻ കളർ ദ പിക്ചർ. എന്ത് ചെയ്യണം? അത് നന്നായിട്ട് കളർ ചെയ്യണം. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചറിനെ അയച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ മുതിർന്നവർക്ക് കാണിച്ചു കൊടുക്കാം, അതൊക്കെ ചെയ്യാം. ഇനി അടുത്തത്, നൗ റീഡ് ദ സ്റ്റോറി ഓഫ് എ കിങ് who loved plants and trees. Now read the story of a king who loved plants and trees. ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത്, we are going to read a story of a king. എങ്ങനത്തെ king ആണ്?
who loved plants and trees. ഈ കിങ് loved plants, ചെടികളെയും അതുപോലെ തന്നെ മരങ്ങളെയൊക്കെ സ്നേഹിച്ച ഒരു രാജാവിന്റെ കിങ്ങിന്റെ കഥയാണ് നാം വായിക്കാൻ പോകുന്നത്. നമുക്ക് വായിക്കാം അല്ലേ? ഇതാണ് നമ്മുടെ കിങ്. നല്ല ഗാർഡൻ ഒക്കെ ഇവിടെ ഉണ്ട് അല്ലേ? നമ്മൾ പറഞ്ഞത് king is fond of plants and trees. ഇവിടെ ഒരു ചെറിയൊരു ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. The worry എന്നാണ് നമ്മുടെ ഈ സെക്ഷന്റെ ഒരു ഹെഡിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. The worry എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു ഉത്കണ്ഠ അല്ലെങ്കിൽ ഭയം എന്നൊക്കെ പറയാൻ സാധിക്കും. നമുക്ക് പതുക്കെ പാഠഭാഗത്തിലേക്ക് പോകാം. ഈ പാഠഭാഗം സാറ് വായിക്കുന്നത് കൃത്യമായിട്ട് കുട്ടികളെ ശ്രദ്ധിച്ച് കേൾക്കുക. എന്നിട്ട് ഫസ്റ്റ് നമ്മൾ വായിച്ച് നന്നായി പഠിക്കണം. ഓക്കെ. Vidyadhara was the king of Gandhara. He was a just and wise king. The king was fond of gardening. He spent a lot of time tending his garden, planting the finest plants, fruit trees, vegetables and crops. His people were very happy. The king did not have children. As the king grew older, everyone got more and more worried. Who would take over the kingdom after him? Who would take over the kingdom after him? ഇനി നമുക്ക് ഇതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയാലോ? മലയാളത്തിലൊന്ന് പറഞ്ഞു നോക്കാം. വിദ്യാധാര വാസ് ദ കിങ് ഓഫ് ഗാന്ധാര. നമ്മുടെ കിങ്ങിന്റെ പേരാണ് വിദ്യാധാര. ഓക്കെ. വാസ് ദ കിങ് ഓഫ് ഗാന്ധാര. ഗാന്ധാരയിലെ കിങ് ആണ് വിദ്യാധാര. ഹി വാസ് എ ജസ്റ്റ്. ജസ്റ്റ് എന്ന് പറയുന്നത് ഈ പുതിയൊരു വേർഡാണ്. അഡ്ജസ്റ്റ്. അഡ്ജസ്റ്റ് എന്ന് പറയുന്നത് ഒരു ബുദ്ധിമാൻ, നീതിമാനാണ്. ഓക്കെ. കളവൊന്നും ചെയ്യാത്ത നീതിമാനായ ആൾക്കാരെയാണ്. ഓക്കെ. സത്യം, ഹോണസ്റ്റ് എന്നൊക്കെ പറയും. ആൻഡ് വൈസ്, അതുപോലെ തന്നെ ബുദ്ധിയുള്ളവരുമാണ്. അതുപോലെ തന്നെ നീതിമാനാണ്, വൈസ് ആണ്, പിന്നെ നല്ല ബുദ്ധിയും ഉള്ള ഒരു രാജാവാണ്. ആര്? വിദ്യാധാര. മനസ്സിലായില്ലേ? ഇനി അടുത്ത പാരഗ്രാഫ്. നമ്മൾ പാരഗ്രാഫ് എന്നാ പറയട്ടോ. ഒന്ന് കഴിഞ്ഞ് അടുത്തത്. ദ കിങ് വാസ് ഫോണ്ട് ഓഫ് ഗാർഡനിങ്. ഇതില് ഈ ഒരു വേർഡ് ഉണ്ടല്ലോ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദ കിങ് വാസ് ഫോണ്ട് ഓഫ്. ഫോണ്ട് എന്ന് പറഞ്ഞാൽ ലവ്, ലൈക്ക് എന്നൊക്കെയാണ്, ഇഷ്ടമാണ്. ദ കിങ് വാസ് ഫോണ്ട് ഓഫ് ഗാർഡനിങ്. ഇനി നിങ്ങൾ ഉപയോഗിക്കണം. ഓക്കെ. നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ഐ ആം ഫോണ്ട് ഓഫ് ഐസ്ക്രീം, ഐ ആം ഫോണ്ട് ഓഫ് ചോക്ലേറ്റ്സ് എന്നൊക്കെ പറയാം. ഓക്കെ. നിങ്ങൾ ഇതും ഉപയോഗിക്കണം. അങ്ങനെ ഒരു പുതിയ വേർഡ് പഠിച്ചല്ലോ. ദ കിങ് വാസ് ഫോണ്ട് ഓഫ് ഗാർഡനിങ്. ഇനി അടുത്ത സെന്റൻസ് കുറച്ച് വലിയ സെന്റൻസ് ആണ്. സാറ് പ്രാവശ്യം വായിക്കാം. He spent a lot of time tending his garden, planting the finest plants, fruit trees, vegetables and crops. Okay. എങ്ങനെയാണ്? He spent. കിങ് എന്ത് ചെയ്തു? spent എന്ന് പറഞ്ഞാൽ ചിലവാക്കി. ഓക്കെ. ചിലവഴിച്ചു. A lot of time. A lot of time. A lot of എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം അല്ലേ? ഒരുപാട് സമയം. Tending his garden. ഗാർഡന് നന്നായിട്ട് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെന്തിനാണ് വിദ്യാധാര ടൈം സ്പെൻഡ് ചെയ്തത്? വായിച്ചു നോക്കിനെ.
എന്താ വായിക്കുക? വായിച്ചോളൂ. പ്ലാന്റിങ് ദ ഫൈനസ്റ്റ് പ്ലാന്റ്സ്. ഓക്കെ, പ്ലാന്റിങ് ഏറ്റവും പ്ലാന്റ് ചെയ്യുന്നത് അല്ലേ? എന്ത് പ്ലാന്റ് ചെയ്യുന്നതില്? ദ ഫൈനസ്റ്റ് പ്ലാന്റ്. ഫൈൻ അറിയില്ലേ? നമ്മൾ പറയാലോ ഐ ആം ഫൈൻ എന്നൊക്കെ പറയില്ലേ? ഏറ്റവും നല്ലത്. ഓക്കെ, ഏറ്റവും നല്ല പ്ലാന്റ് പ്ലാന്റ് ചെയ്യുന്നതിൽ അല്ലേ? പിന്നെന്തൊക്കെയാണ്? സ്പെൻഡ് ഹിസ് ടൈം tending his garden, planting the finest trees and fruit trees ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും പിന്നെ വെജിറ്റബിൾസും ക്രോപ്സ് ഇതിലൊക്കെയാണ് നമ്മുടെ കിങ് വിദ്യാധര ടൈം സ്പെൻഡ് ചെയ്തത്. നമുക്കിനി അടുത്ത പാരഗ്രാഫിലേക്ക് പോകാം. അടുത്ത പാരഗ്രാഫ് ഞാൻ വായിക്കാം. His people were very happy. The king did not have children. As the king grew older, everyone got more and more worried. Last ചോദ്യമുണ്ട്. Who would take over the kingdom after him? ഇനി നമുക്ക് ഇതിന്റെ അർത്ഥം നോക്കാം. His people were very happy. Okay, അവിടെയുള്ള ആൾക്കാരൊക്കെ വളരെയധികം ഹാപ്പിയാണ്. The king did not have children. പക്ഷേ the king did not have children. നമ്മുടെ വിദ്യാധരക്ക് ആരില്ല? കുട്ടികളില്ല. The king did not have children. As the king grew older, okay, as the king grew older, okay, grew older, grew നമുക്ക് grow അറിയാലോ അല്ലേ? grow അറിയാം. okay, grew അതിന്റെ past ആണ്. older. As the king grew older, കുറച്ച് പ്രായമായപ്പോൾ everyone got more and more worried. Okay, everyone ഏതൊക്കെ അറിയാലേ? everyone. okay, everyone means all, എല്ലാവരും എന്തായി? got more and more worried. എല്ലാവരും worried ആയി. worried നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഹെഡിങ് എന്താ? worry അല്ലേ? ഓക്കെ, എല്ലാവരും പിന്നെ എല്ലാവർക്കും ചെറിയൊരു ഉത്കണ്ഠ അല്ലെങ്കിൽ പേടിയൊക്കെ തോന്നി. ഓക്കെ, കിങ്, who will be the king after him? And our king did not have any children. That is why everyone got more and more worried. Okay, here, who would take over the kingdom after him? Who would take over? ഇതൊരു phrasal verb എന്ന് പറയാം. Okay, who would take over? ആരാണ് take over ചെയ്യുക? The kingdom after him. After him, after Vidyadhara, who would take over our kingdom means our country after him. So let's see some questions here. ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ സിമ്പിൾ ആയ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിക്കൂ. What was the hobby of the king? What was the hobby of the king? നിങ്ങൾക്കൊക്കെ ഓരോ ഹോബി ഇല്ലേ? Okay, some of yours hobby is reading and drawing, cooking, planting, ഇതൊക്കെയാണ് അല്ലേ? അങ്ങനെ പല ഹോബികളുണ്ട്. ഇവിടെ what was the hobby of the king? നമ്മുടെ കിങ്ങിന്റെ ഹോബി എന്താണ്? നമ്മൾ വായിച്ചിട്ടുണ്ട് അല്ലേ? എല്ലാവർക്കും അറിയാം. His hobby was gardening. Okay, right? The king was fond of gardening. So നമുക്കറിയാം അതങ്ങനെ നമ്മളിങ്ങനെ സെന്റൻസിൽ എഴുതും. The hobby, നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങിയാൽ മതി. ശ്രദ്ധിക്കേണ്ടത് the hobby of the king, പിന്നെ നമ്മൾ ഈ was ഇവിടെ ചേർക്കാം. The hobby, T എന്നുള്ള ക്യാപിറ്റൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. The hobby of the king was gardening. അങ്ങനെയാകുമ്പോൾ it's a complete sentence. അങ്ങനെയാണ് നമ്മൾ കംപ്ലീറ്റ് സെന്റൻസിൽ എഴുതുമ്പോൾ നമ്മളെ ടീച്ചർ ഫുൾ മാർക്ക് തരും. എന്ത് ചെയ്തരുത്? ഗാർഡനിങ് എന്ന് മാത്രമായി പോകരുത്. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയാലോ? ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കിനെ ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ. വായിക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ വായിക്കാം. The king did not have any children. What will happen to the kingdom? ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടോ?
King did not have any children. അതിനൊക്കെ അറിയാലോ, നമ്മൾ പറഞ്ഞല്ലോ ഇവിടെ. The king did not have any children. കിങ്ങിന് കുട്ടികളില്ല അല്ലേ, children ഇല്ല. What will happen to the kingdom? Okay, what will happen? എന്ത് സംഭവിക്കും? The kingdom, നമ്മുടെ രാജ്യത്തിന് എന്ത് സംഭവിക്കും? Without a king, എന്തായിരിക്കും സംഭവിക്കുക? Okay, tell me the answer. So നമുക്ക് പറയാം, if there is no king, if there is no king in the country, there will be lots of chaos and confusions. ഒക്കെ ഉണ്ടാവും അല്ലേ? chaos and confusion എന്ന് പറഞ്ഞാൽ ഒരുപാട് എന്താ പറയാ, ആരും ഭരിക്കാനൊന്നുമില്ലാതെ നോക്കാനൊന്നുമില്ലാതെ ഒരു സ്ഥലമായി കഴിഞ്ഞാൽ മൊത്തം ആ രാജ്യം നശിച്ചു പോലും. chaos and confusion എന്നൊക്കെ പറയാം. Okay, next question, sir. How will the king to find his successor? How will the king to find his successor? Here is a new word here, successor. Successor. Successor means the next one. The next one. How will the king find his successor? എങ്ങനെയായിരിക്കും king successor കണ്ടെത്തുന്നത്? That answer is not given over here. If you read the lesson already, you know it. Let's see from the next page how the king is going to find his successor. നമുക്ക് അടുത്ത പേജിലേക്ക് പോയാലോ? അടുത്ത ടൈറ്റിൽ ആണിത്, A Proclamation. എങ്ങനെയാണ് വായിക്കേണ്ടത്? A proclamation. A proclamation. Okay. Then proclamation. A proclamation. A proclamation എന്ന് പറയുന്നത് ഒരു ന്യൂ വേർഡ്സ് അല്ലേ? ഇത് നമുക്കൊരു അടുത്തൊരു ഇംഗ്ലീഷ് an announcement എന്നൊക്കെ പറയാം. An announcement. ക്ലാസ്സിലൊക്കെ announcement ഒക്കെ വായിക്കില്ലേ? ഒരു പുതിയ കാര്യം, ഒരു നോട്ടീസ് തന്നിട്ട്, അതൊക്കെയാണ് a proclamation, an announcement. Okay. A proclamation. ഇത് പിക്ചറിൽ നോക്കൂ. So here the king is here. നമുക്ക് നോക്കാം എന്താണ് നമ്മുടെ കിങ് വിദ്യാധാര പറയുന്നത്. ഇനി ഇതൊന്ന് വായിക്കാം, ശ്രദ്ധിച്ച് കേൾക്കണേ. To find a successor, the king thought of an idea. He decided, I will distribute some seed to all the children in the country. The child who grows the biggest, healthiest plant will become the prince or the princess. They can take 3 months for it. The king ordered his minister to give a proclamation. ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ട് നന്നായി വായിച്ചത് പഠിക്കണം. ഇനി ഞാൻ ഇതിൻ്റെ മീനിങ് നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് സെന്റൻസ്, to find a successor, the king thought of an idea. To find a successor, അടുത്ത ആളെ കണ്ടുപിടിക്കാൻ the king thought of an idea. എല്ലാവർക്കും അറിയാം അല്ലേ? thought എന്നത് എന്തിന്റെ പാസ്റ്റ് ആണ്? think. Okay, ചിന്തിച്ചു എന്നാകും. Okay, think, thought. The king thought of an idea. രാജാവ്, നമ്മുടെ കിങ് വിദ്യാധാര, ഒരു thought of an idea, ഒരു ഐഡിയ കുറിച്ച് ഞാൻ ആലോചിച്ചു. എന്തായിരുന്നു ഐഡിയ? He decided എന്ന് പറയുന്നത് നിങ്ങൾക്ക് പുതിയൊരു വേർഡാണോ? He decided എന്ന് പറഞ്ഞാൽ ഡിസിഷൻ, decided തീരുമാനം പറയാം. He decided തീരുമാനിച്ചു. decided. He decided എന്താണ് തീരുമാനിച്ചത്? ഇതാണ് ഡിസിഷൻ. ഇതൊന്ന് വായിച്ചോക്കേ, ഇത് വായിച്ചോക്കൂ. Read it. I will distribute some seeds to all the children in the country. This is an idea. Okay, I will distribute. I will distribute ചെയ്യാം. നമ്മൾ സീഡ്സ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, വിതരണം ചെയ്യാം, നൽകുക, give. I will distribute some seeds
to all the children. കുറച്ച് സീഡുകൾ ആർക്ക് കൊടുക്കും? സം സീഡ് ടു ഓൾ ദ ചിൽഡ്രൻ ഇൻ ദ കൺട്രി. ഓക്കെ, കുട്ടികൾ നിങ്ങളെ പോലത്തെ കുട്ടികൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. ഇതാണ് ദ ഐഡിയ ഓഫ് ആർ കിങ്. ഇനിയിപ്പോൾ അടുത്ത സെന്റൻസ് നമുക്ക് നോക്കാം. The child who grows the biggest, healthiest plant will become the prince or princess. Okay, എന്ത് ചെയ്യണം? The child who grows, നേരത്തെ പറഞ്ഞല്ലോ grew എന്ന് വേർഡ് കണ്ടില്ലേ? The child who grows എന്ന് പറഞ്ഞാൽ വളർത്തുക, നന്നായിട്ട് വളർത്തുക. The biggest, ഇങ്ങനെ വളർത്തണം. grows the biggest ആയ മാത്രം പോരാ, healthiest ആയിരിക്കണം. healthiest plant will become. Okay, അങ്ങനെ ചെയ്യുന്നവരാണ് എന്ത് ചെയ്യുക? ബിഗ്ഗസ്റ്റും ഹെൽത്തിയസ്റ്റും ആയിട്ട് ആ സീഡിനെ മാറ്റി വരുന്നതാകും the prince or the princess. Prince or the princess. Okay, they can take എത്ര ടൈം എടുക്കാൻ? the duration എത്രയാണ്? they can take 3 months for it. Okay, the king is providing 3 months to grow the seed. മനസ്സിലായല്ലോ? ഇപ്പൊ നമുക്ക് ലാസ്റ്റ് സെന്റൻസ് നോക്കാം. The king ordered his minister to give a proclamation. Then king order ചെയ്തു ആരോട്? his minister to give a proclamation. proclamation അതായത് ഞാൻ പറഞ്ഞത് an announcement നൽകാൻ വേണ്ടിയിട്ട് പറഞ്ഞു. നേരത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടല്ലോ നമ്മൾ തൊട്ട് മുമ്പേ. what was the question? So how will the king find his successor? And that answer is here. What's the answer? He decided to distribute some seeds to all the children in the country. Okay, the child who grows the biggest. That was the idea. Okay, let's go to another question is here. ഈ ക്വസ്റ്റ്യൻ എല്ലാവരും വായിച്ചേ, ശ്രദ്ധിച്ച് വായിച്ചു നോക്കൂ. സാറിന് വായിക്കാം. Why did the king choose such a test to find his successor? Why എന്നൊരു ക്വസ്റ്റ്യൻ വരെയൊക്കെ അറിയാലോ. why, എന്തുകൊണ്ടാണ്? Why did the king choose ചെയ്യാന്ന് പറഞ്ഞാൽ സെലക്ട് എന്നൊക്കെ പറയും. Okay, such a test to find his successor. Okay, സക്സസറിനെ സെലക്ട് ചെയ്യാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു decision എടുത്തത് എന്നാണ് question. This answer is direct answer is not given. അങ്ങനെ ആൻസർ കൊടുത്തിട്ടില്ല. Then you can make answers. Yes, he may be given the seed for all the children to just check it whether are they interested in gardening, planting, etc. അങ്ങനെയൊക്കെ പറയാം. ഓക്കെ, ആക്ച്വൽ ദിസ് ഇസ് നോട്ട് ദ റീസൺ. നിങ്ങൾ ഈ യൂണിറ്റ് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ലെറ്റ്സ് മൂവ് ടു നെക്സ്റ്റ് പേജ്. ഇനി നമുക്ക് അടുത്ത പേജിലെത്തി. സീഡ് ഓഫ് ഹോപ്പ് എന്നാണ് ഇതിന്റെ ടൈറ്റിലായി കൊടുത്തിരിക്കുന്നത്. സീഡ് ഒക്കെ അറിയാം, വിത്ത് എന്നൊക്കെ പറയും അല്ലേ. സീഡ് ഓഫ് ഹോപ്പ്. ഹോപ്പ് എന്താണ്? ഹോപ്പ് ഹിയർ മീൻസ് നമുക്കൊരു പ്രതീക്ഷ. എല്ലാവരും പിന്നെ വിത്തിലാണല്ലോ ഇപ്പൊ പ്രതീക്ഷ. സോ ഹു ഗ്രോസ് ദ ഹെൽത്തിയസ്റ്റ് ആൻഡ് ബിഗസ്റ്റ് വിൽ ബിക്കം ദ പ്രിൻസ് ഓർ പ്രിൻസസ്. അതുകൊണ്ടാണ് സീഡ് ഓഫ് ഹോപ്പ് കൊടുത്തത്. സോ വാട്ട് ഈസ് ദ കിങ് ഈസ് ഡൂയിങ്? ഈസ് distributing to seed each and everyone. Everyone is formed a line here, right? So let's read it. ഇനി സാറ് ഇതൊന്ന് വായിക്കും, ശ്രദ്ധിച്ച് കേൾക്കാം, വായിച്ചിട്ട് പഠിക്കാം. The next day, a long line of anxious parents and children formed outside the palace. Everyone was eager to get a seed and grow the best plant. Pinkala, a poor farmer's son,
was one among these children. He too caught a seed from the king and sowed it in a pot in his garden. He took great care of the seed. ഇപ്പം വായിക്കുന്നത് മനസ്സിലായില്ലേ? ഇനി നമുക്കൊന്ന് ഒരു പ്രാവശ്യം കൂടി ഇതൊന്ന് നോക്കാം. The next day, അടുത്ത ദിവസം എന്ത് സംഭവിച്ചു? A long line of anxious parents, anxious വളരെയധികം പ്രതീക്ഷയോടെ ഉത്കണ്ഠയോടെ കൂടിയുള്ള പാരൻസും ചിൽഡ്രനും എന്ത് ചെയ്തു? Formed outside the palace, formed a line, അല്ലേ? ഒരിങ്ങനെ formed എന്നാ പറയാ. Formed outside the palace. You can see in the picture. Everyone was eager to get a seed and grow the best plant. Everyone, എല്ലാവരും was eager, എല്ലാവർക്കും എങ്ങനെയെങ്കിലും കിട്ടണം. Okay, eager to get a seed and grow. എന്നിട്ട് എന്ത് ചെയ്യണം? And grow the best plant. അത് ഏറ്റവും ബെസ്റ്റ് ആയ ഒരു പ്ലാന്റ് ആണ് അവർ എന്ത് ചെയ്യേണ്ടത്? ഈ സീഡിൽ നിന്നും ഉണ്ടാക്കേണ്ടത്. ഇനി ഇവിടെ is the main character of the story, Pinkala. Okay, Pinkala is the main character of the story. Character means Kadhapatra. A poor farmer's son is a Pinkala is a poor farmer's son. What's the opposite of poor? No, poor. Okay, very good. Rich. പാവപ്പെട്ടവർക്കാണ് poor എന്ന് പറയല്ലേ? A poor farmer's son, Pinkala, was one among these children. Okay, Pinkalയും അവരെ കൂടെയുണ്ട്. He too got a seed. Pinkalക്കും seed കിട്ടി from the king and sowed it in a pot. ഒരു പോട്ടിലിട്ട് വളർത്തി. In his garden. അങ്ങനെ ഗാർഡനിൽ വളർത്തി. He took great care of this. Care of the seed. He took, Pinkala took great care of. നന്നായി ശ്രദ്ധിച്ചു the seed. Okay, നന്നായിട്ട് വെള്ളം കൊടുത്തു, വളം കൊടുത്തു, സൺലൈറ്റ് കൊടുത്തു, ഒക്കെ ശ്രദ്ധിച്ചു. Okay, who? The Pinkala. Here there are two questions are here, children. Okay, you can read this first question. ഇതൊന്ന് വായിച്ചു നോക്കൂ. How many days will it take for a seed to sprout? ഒരു പുതിയൊരു വേർഡ് ഉണ്ടല്ലേ ഇവിടെ, സ്പ്രൗട്ട്. നമ്മളിപ്പോൾ ഒരു ചെറുപയറിന്റെ വിത്ത് നട്ട് കഴിഞ്ഞാൽ ചെറുതായിട്ട് പുറത്തേക്ക് വരില്ലേ? നമ്മൾ EVS ക്ലാസ്സിലൊക്കെ പഠിക്കുന്നില്ലേ? 4th ടെക്സ്റ്റ് ബുക്കിലുണ്ടല്ലോ, അവിടെയാണ് സ്പ്രൗട്ട്. ഓക്കെ, പുറത്തേക്ക് വരിക. ഹൗ മെനി ഡേയ്സ്, ഹൗ മെനി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വേണ്ട, അറിയാലോ? ഹൗ മെനി എത്ര ദിവസം, ഹൗ മെനി ഡേയ്സ് എത്ര ദിവസം, will it take for a seed to sprout, ഇങ്ങനെ പുറത്തേക്ക് വരാൻ how many days it will take? Tell me. It takes 5 to 8 days, right? It depends. ചിലതൊക്കെ പെട്ടെന്ന് വരും. ഓക്കെ, സോ അങ്ങനെ നമുക്ക് സെന്റൻസ് ചെയ്തു പോവാം. ഇപ്പോൾ 7 days ആണെങ്കിൽ നിങ്ങൾ എഴുതാണെങ്കിൽ it will take, will it take നമുക്ക് ഇങ്ങനെ എഴുതാം. It will take, it takes 5 to 7 days for a seed to sprout. Okay, it takes, or it will take 5 to 7 days for a seed to sprout. Okay, ഏകദേശം ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. So next question, read it. What care will you give to grow a seed to a plant? What care? Okay, care നമുക്കറിയാലേ, ശ്രദ്ധ. What care will you give? Will you give? നിങ്ങൾ നൽകും to grow, വളർത്താൻ, a seed into a ഒരു പ്ലാന്റ് ആയിട്ട് വേണം. ഒരു വിത്ത് ഒരു പ്ലാന്റ് ആയിട്ട്, ഒരു ചെടിയായിട്ട് വരാൻ നമ്മൾ what care, നമ്മളിപ്പം ജസ്റ്റ് അവിടെ
പിന്നെ ഈ സീഡ് മണ്ണിലാക്കി കഴിഞ്ഞാൽ മതിയോ? No, right? So what care will give it? So we will provide, we will give water, we will manure it, we will provide sunlight. Okay, ചെയ്യില്ലേ? So you can write like that. Let's go to next page. This is the next page. Look at the title. The disappointment. So disappointment. So I can show you here. A boy is sitting over here. Okay, right? His face, we can say disappointed face. Okay, അതാണ് ഡിസപ്പോയിൻമെന്റിന്റെ ഒരു മീനിങ് ആയിട്ട് വരുന്നത്. Who is sitting here? This is our Pinkala, the disappointment. നമുക്കിതിന്റെ മലയാളം ആണെങ്കിൽ നിരാശ. Okay, sad ആണ് നിരാശ. Okay, not happy എന്നൊക്കെ പറയാം. See, the Pingala is sitting, others are going with their plans. Okay? So they are going, but Pingala, why Pingala is very disappointed and sad? Okay, let's read it. Okay, now I am going to read it. സാർ അതിനെക്കുറിച്ച് പറയുന്ന മുമ്പ് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സ്റ്റോറി മനസ്സിലാക്കാൻ ശ്രമിക്കണം കേട്ടോ. Pingala watered and manured the seed, but the seed did not sprout. Pingala changed the soil and transferred the seed to another pot. Weeks and months passed. One day, Pingala went near the pot. He knelt before it. Dear seed, 3 months have passed. I want to take you to the palace. Please sprout out by tomorrow. But nothing happened. The next day, he saw children walking to the palace, dressed in their best clothes. They all held well-grown plants. Pingala stood watching them sadly. ഇപ്പൊ മനസ്സിലായില്ലേ എന്താ സംഭവിച്ചെന്നുള്ള കാര്യം? സാറ് പ്രാവശ്യം കൂടി പറയാം. Okay, what's the first sentence? Pingala watered and manured the seed. Water കൊടുത്തിട്ടുണ്ട്, വെള്ളം കൊടുത്തിട്ടുണ്ട്, and manured വളം ഒക്കെ കൊടുത്തിട്ടുണ്ട്. But the seed did not sprout. എന്ത് വന്നില്ല? സീഡ് വിത്ത് മുളച്ച് പുറത്തേക്ക് വന്നില്ല. Pingala changed the soil and transferred. Okay, and Pingala changed the soil and transferred. Transfer എന്ന് പറഞ്ഞാല് പിന്നെ മാറ്റുക എന്നതാണ്. Transferred the seed to another pot. മറ്റൊരു പോട്ടിലേക്ക് മാറ്റി നോക്കി. Weeks and months. Week അറിയാലോ, 1 week are the 7 days. ഇതാണ് weeks അല്ലേ, ആഴ്ച. Weeks and months passed. Months എന്ന് പറഞ്ഞാൽ മാസം, passed കഴിഞ്ഞു. One day, Pingala went near the pot. അങ്ങനെ Pingala went. Okay, go പോവുക. Went എന്ന് പറഞ്ഞാൽ പോയി എന്ന് പറയുമ്പോൾ went പറയാം. Pingala went near the pot. Near അടുത്ത് പോയി, പോട്ടിന്റെ അടുത്ത് പോയിട്ട് എന്ത് പറഞ്ഞു? ഇതാണ് പോട്ട് കേട്ടോ, മേലെ കാണുന്ന ചിത്രയില്ലേ, ഇതൊക്കെ പോട്ട് കാണുന്നില്ലേ? He knelt before it. Knelt, silent ആയിട്ട് വായിക്കാം കേട്ടോ. Knelt before, നമ്മൾ കാലിന്റെ മുട്ട് കുത്തിയിട്ട് അതിന്റെ നേരെ നിന്നു. He knelt before it. എന്നിട്ട് പറയാ, dear seed, പ്രിയപ്പെട്ട seed, വിത്തെ, 3 months have passed. How much time king has given? 3 months, right? The 3 months have passed.
I want to take you to the palace. Please sprout. Please sprout out. Please sprout out. ഒന്ന് പുറത്തേക്ക് പോവാം. By tomorrow. But nothing happened. But nothing happened. No, no, nothing did not. It did not sprout tomorrow also. Then what happened? The next day, he saw children walking to the palace, dressed in their best clothes. Dressed therein. അതാണ് ഇവിടെ പറയുന്നത്. Okay. So he saw all the children were walking to the palace, dressed in their best clothes. നന്നായി ഡ്രസ്സൊക്കെ ചെയ്തിട്ട് എല്ലാവരും പ്ലാന്റ് ആയിട്ട് പോകുന്നത് കാണാം. They all held well-grown plants. They all held. ഈ വേർഡ് ഞങ്ങൾക്ക് പുതിയ വേർഡായിരിക്കും. അത് ഹോൾഡ് ഹെൽഡ് എന്ന പേരാണ്. ഹോൾഡ് HOLD ഹോൾഡ് ഹെൽഡ് പിടിക്കുക. They all held എന്ന് പറഞ്ഞാൽ പിടിച്ചു. ക്യാച്ച് കോട്ട് എന്ന് പറയില്ല, അതുപോലെ തന്നെ. They all held well-grown plant. Well-grown നന്നായി വളർത്തിയ പ്ലാന്റ് ആയിട്ട്. Pingala stood watching them sadly. അങ്ങനെ Pingala stood. You can see in the picture. Pingala stood watching them sadly. Sadly ഞങ്ങൾക്കറിയാലേ, opposite of happily. വളരെ ദുഃഖത്തോടെ അവരെ വാച്ച് ചെയ്തു. So there are two questions are here. First question. ഇതൊന്ന് വായിച്ചു നോക്കൂ. Will Pingala go to the palace? This is the question. Will Pingala go to the palace? Next question. What will be his thoughts? There are two questions. So first question we can say that he may be or he may go to the palace. I am not sure. Or you can say, oh, of course he will go to the palace. Second question, what will be his thoughts? Okay, so what will be his thoughts? So here is he sitting. What will be his thoughts? So what will be his thoughts? Sometimes he'll be thinking, how will I go to the palace? Whether king would angry with me? Why my only seed did not sprout? This might be his thought. ഇതൊക്കെയായിരിക്കും പിങ്കാലയുടെ ചിന്തകൾ. നിങ്ങൾക്കും ഒരുപാട് ചിന്തകളൊക്കെ അവിടെ എഴുതാം. ഇന്ന് നമ്മൾ ഇത്ര മാത്രമേ വായിക്കുന്നുള്ളൂ. ശ്രദ്ധിച്ചിട്ട് കേൾക്കുക. ഇനിയിപ്പം ഇതിൻ്റെ ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. ക്ലാസ്സിനെ കുറിച്ച് നിങ്ങളുടെ കമൻറ്റ് താഴെ രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക. Okay, thank you children.